ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ഒരു വീഡിയോ ആണിത്. നമുക്കിപ്പോൾ കോളേജിലും ഓഫീസിലും ഒക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുറച്ച് ഹെയർ സ്റ്റൈൽസാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പം ഞാനിവിടെ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. മിഡിൽ പാർട്ടീഷനാണ് ഈ ഒരു ഹെയർ സ്റ്റൈലിന് കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഫേസിന് നിങ്ങൾക്കിപ്പോൾ സൈഡ് പാർട്ടീഷനാണ് എടുക്കുന്നത് നല്ലതെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് ഒരു സൈഡിൽ നിന്നും ഈ ഒരു ഏകദേശം മിഡിൽ പോർഷനായിട്ട് ഒരു സെക്ഷൻ ഹെയർ എടുക്കുക. എന്നിട്ട് അതിനെ 3 സെക്ഷൻ ആക്കുക. എന്നിട്ടത് നമ്മളിപ്പോൾ നോർമലായിട്ട് പിന്നില്ലേ അതിൻ്റെ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ താഴേക്ക് പിന്നുക. നമ്മൾ സാധാരണ ഇങ്ങനെ മുകളിൽ നിന്ന് നോർമലായിട്ട് ഇങ്ങനെ മുകളിൽ നിന്നല്ല പിന്നി വരുന്നത്, അത് അടിയിൽ കൂടെ പിന്നി തുടങ്ങുക. നിങ്ങൾക്ക് കാണുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും. നോർമലി പിന്നുന്നതിൻ്റെ ഓപ്പോസിറ്റ് പിന്നുക, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഓരോ സെക്ഷൻ ചേർത്തെടുത്ത് താഴേക്ക് ഇതുപോലെ ബ്രൈഡ് ചെയ്തുകൊണ്ട് വരിക. കണ്ടോ? നമ്മുടെ ചെവിയുടെ സൈഡ് വരെ അതുപോലെ എടുക്കുക. എന്നിട്ട് ബാക്കി താഴേക്ക് നോർമലായിട്ട് അങ്ങോട്ട് പിന്നുക. കണ്ട? അപ്പം നമ്മൾ ആ നോർമലി പിന്നുന്നതിൻ്റെ റിവേഴ്സ് ചെയ്യുമ്പോൾ ആ ഹെയർ ആ ഒരു ബ്രൈഡ് ചെയ്തതിൻ്റെ ആ ഒരു പാറ്റേൺ കണ്ടോ, അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. അത് കാണാൻ നല്ല രസമാണ്. കണ്ടോ? നമ്മൾ നോർമലി ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല വരുന്നത്, അത് വേറൊരു രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്യാം. അപ്പോൾ ഇത്ര നമ്മൾ പിന്നിയില്ലേ, ഇത് നമ്മുടെ ബാക്കിലുള്ള ഒരു മുടി ഉണ്ടല്ലോ അതിൻ്റെ അടിവശത്തേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. കണ്ടോ? എന്നിട്ട് ഒരു ടിക് ടാക് ക്ലിപ്പ് വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്ത് വയ്ക്കുക. ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുക. ഇനി ഈ ടിക് ടാക്ക് വെച്ചിട്ട് അങ്ങനെ നിങ്ങളുടെ മുടി ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മൾ 2 സൈഡും ചെയ്യുമ്പോഴുള്ള ആ ഒരു ഹെയർ ഉണ്ടല്ലോ അത് അടിയിൽ കൊണ്ടുവന്നിട്ട് ഹെയർ ബാൻഡ് ഇട്ട് കെട്ടി വയ്ക്കുക മുടിയുടെ അടിവശത്ത്. നമ്മൾ പല ഹെയർ സ്റ്റൈലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ അതെ, ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടുന്നത്. ഇത് അടിപൊളി ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇത് നല്ല റൗണ്ട് ഫേസ് ഒക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ നീളം ഫേസ് ഉള്ളവർക്കും ഒക്കെ നന്നായിട്ട് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഇത് നമുക്ക് കുർത്തയുടെ കൂടെയും സാരിയുടെ കൂടെ ഒക്കെ നമുക്കിത് ചെയ്യാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈല്. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ ഇത് ഇവിടെ ഞാൻ സെയിം മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പകുതി ഹെയർ ഇതുപോലെ ഇങ്ങനെ ചീകി ചെയ്തിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ കോംബ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ബ്ലാക്ക് റബ്ബർ ബാൻഡ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കളറുള്ള റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഡ്രസ്സിന് ചേരുന്നതോ അങ്ങനെ എന്തെങ്കിലും കളറുള്ള റബ്ബർ ബാൻഡ് എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. എന്നിട്ട് അത് ജസ്റ്റ് ഇടയ്ക്കൊരു ഹോൾ ഇട്ടിട്ട് മുടി അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് എടുക്കുക. ഇപ്പം കണ്ടില്ലേ, അതുപോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സെറ്റാണ്, 2 സൈഡ് 2 സെക്ഷനാണ് ഇതുപോലെ ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കാണാൻ നല്ല രസം. ഇതിപ്പോൾ ബ്ലാക്ക് റബ്ബർ ബാൻഡിനേക്കാളും കളർ റബ്ബർ ബാൻഡ് ഇട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതെ, മൊത്തത്തിൽ നമുക്കങ്ങനെ 4 ലെയറിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു പോണി ടെയിൽ പോലെ കെട്ടിവെക്കുക. കണ്ടോ? ഇത് നല്ല അടിപൊളി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് ജീൻസ് ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇടാനായാലും ഒക്കെ നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം, കോളേജ് സ്റ്റുഡൻസിനൊക്കെ ചെയ്യാം. നല്ലൊരു ഹെയർ സ്റ്റൈലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സെയിം മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിഡിൽ നിന്ന് ഇതുപോലെ ഒരു സെക്ഷൻ ഹെയർ എടുക്കുക. എന്നിട്ട് അതിനെ 2 സെക്ഷൻ ആക്കുക. എന്നിട്ട് അതിനെ ക്രോസ് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു സെക്ഷൻ ഹെയർ അതിനോടൊപ്പം ചേർത്ത് ക്രോസ് ചെയ്തുകൊണ്ട് പോയി ഇങ്ങനെ പിരിച്ചെടുത്തുകൊണ്ട് വരിക. കണ്ടില്ലേ? ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ഈ നല്ല ചുരുണ്ട മുടിയുള്ളവർക്കും ഒക്കെ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇവർക്ക് ഇതുപോലെ ചെയ്താൽ ഈ കേളി ഹെയർ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ഒരു സ്ലൈഡ് വെച്ച് കുത്തേണ്ട ആവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല.
ഇങ്ങനെ ചെയ്ത് അതേ രീതിയിൽ അങ്ങോട്ട് ഇരിക്കും. ഭയങ്കര ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ. നമ്മളിപ്പോൾ വെറുതെയൊക്കെ മുടി ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് വെറുതെ ബാക്കിലേക്ക് എടുത്തിട്ട് കെട്ടി വയ്ക്കും. അതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്തിട്ട് ഭയങ്കര സിമ്പിളാണ്. വേറെ നമുക്ക് എന്താ പറയുക ഹെയർ പിന്നോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വേണ്ട. ജസ്റ്റ് ഒരു ബൺ മാത്രം ബാക്കിലേക്ക് ഇടുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇനി ഈ ഒരു പാർട്ടീഷൻ നിങ്ങൾക്കിപ്പോൾ സൈഡ് പാർട്ടീഷൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. മിഡിൽ പാർട്ടീഷൻ എടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഫേസിന് ചേരുന്ന ഒരു രീതിയിൽ പാർട്ടീഷൻ എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ മറു സൈഡും ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതിങ്ങനെ ബാക്ക് വരെ അങ്ങോട്ട് ചെയ്യണം. കണ്ടില്ലേ? ഇപ്പോൾ മറു സൈഡ് നമ്മൾ ചെയ്തതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു സൈഡും ചെയ്തെടുക്കുക. അപ്പോൾ ഫുൾ ബാക്ക് വരെ ചെയ്തിട്ട് ഇനി നമ്മൾ ആ രണ്ട് സൈഡും ചെയ്ത് പിരിച്ചു വെച്ചില്ലേ, അത് രണ്ടും കൂടെ ചേർത്തെടുത്തിട്ട് ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഹെയർ ബാൻഡ് ഇടുമ്പോൾ നമുക്കിവിടെ നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ എന്താ പറയുക വലിയ സ്ക്രഞ്ചീസൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഭംഗിയുള്ള സ്ക്രഞ്ചീസൊക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ നമുക്ക് സ്കാർഫ് സ്ക്രഞ്ചീസൊക്കെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഇതിനെ ഈ ഒരു ഹെയർ സ്റ്റൈലിനെ കുറച്ചുകൂടെ നമുക്ക് വെറൈറ്റി ആക്കാൻ പറ്റും. വെറുതെ ഒരു ഹെയർ ബാൻഡ് ഇട്ട് കിട്ടുന്നതിന് പകരം ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫുൾ ഹെയർ ബാക്കിലേക്ക് ഇതുപോലെ കോംബ് ചെയ്തെടുക്കുക. എന്നിട്ട് ഏകദേശം നമ്മുടെ ഐബ്രോസിൻ്റെ മിഡിലിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സെക്ഷൻ ഹെയർ എടുക്കുക. അതിനെ 3 സെക്ഷൻ ആക്കുക. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് ബ്രൈഡ് ചെയ്യില്ലേ, അതുപോലെയാണ് നമ്മളിവിടെ നമ്മുടെ ടോപ്പ് ഹെയറിൽ ചെയ്യുന്നത്. അതായത് മുകളിലുള്ള ഒരു ഹെയറിൻ്റെ പോർഷൻ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 സെക്ഷൻ ആക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഓരോ സെക്ഷൻ ഹെയർ അതിനോടൊപ്പം ചേർത്ത് പിന്നിക്കൊണ്ട് വരിക. ഇത് നമ്മുടെ ആ 2 സൈഡിലുള്ള ചെവി ഉണ്ടല്ലോ, ചെവിയുടെ സൈഡ് വരെ മാത്രം ഇങ്ങനെ പിന്നിയാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള ഹെയർ ഫുള്ളായിട്ട് എടുത്തിട്ട് പോണിടെയിൽ പോലെ കെട്ടുക. ഇനി നമ്മൾ നോർമലി ഫ്രഞ്ച് ബ്രൈഡ് ചെയ്യുന്നത് ഇത് തന്നെ താഴേക്ക് അങ്ങോട്ട് പിന്നിക്കൊണ്ട് വരും. ഇത് നമ്മൾ ഈ ചെവിയുടെ പോർഷൻ വരെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ബാക്കി പോണിടെയിൽ പോലെ മുടിയെല്ലാം കൂടെ വരച്ചിട്ട് അങ്ങനെ കെട്ടി വയ്ക്കുകയാണ്. ഇത് നമുക്ക് ജീൻസ് ആൻഡ് ടോപ്പിൻ്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ചെയ്യാം. അതുപോലെ കോളേജ് സ്റ്റുഡൻസിന്, ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ സ്റ്റൈലാണ് ഇത്. നമ്മുടെ കേളി ഹെയർ ഉള്ളവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. നല്ല ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ അവർക്കും ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഹെയർ സ്റ്റൈൽ. ഇനി നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പം ഞാനിവിടെ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്നും പകുതി പോർഷൻ ഹെയർ എടുക്കുക. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് വെച്ചിട്ട് ഒരു ഹെയർ പിൻ വെച്ച് അതിനെ അങ്ങോട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. കണ്ടില്ലേ? ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷനുള്ള ഹെയർ ഇതുപോലെ കോംബ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ ആ ട്വിസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വെച്ച് അതിനെ ഒരു ടിക് ടാക് ക്ലിപ്പ് വെച്ചിട്ട് അങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മൾ മറ്റേ എന്താ പറയുക ഹെയർ പിൻ വെക്കുകയാണെങ്കിൽ അതൊരു 2-3 വെക്കേണ്ടി വരും. അതിങ്ങനെ ചിലപ്പം താഴേക്ക് ഊരിപ്പോരും. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഫിക്സായിട്ട് ഇരിക്കാൻ ഏറ്റവും നല്ലത് ടിക് ടാക് ക്ലിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്തിട്ട് ടിക് ടാക് ക്ലിപ്പ് വെച്ചിട്ട് ചെയ്യാം. മറു സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ 2 സൈഡും കുറച്ചിങ്ങനെ ഒട്ടിയിരിക്കാതെ കുറച്ചൊന്നിങ്ങനെ ഒരു പഫ് പോലെ ഇരിക്കും, കുറച്ചുകൂടെ ഒന്ന് പൊങ്ങിയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്ന് കണ്ട ഈ ഒരു ഹെയർ സ്റ്റൈൽസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഇതുപോലത്തെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.